റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം നഗരസഭയിലെ UDF അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കില്ല. നയപരമായ പ്രശ്നം കൊണ്ട് UDFനെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി വി ജോയ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ നേരിട്ട് UDF കൊടുത്ത അവിശ്വാസ പ്രമേയത്തിനോടൊപ്പം ചേരാൻ പറ്റില്ല. അത് നയപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് സാധിക്കില്ല. പക്ഷേ എല്ലാ കാലത്തും ഇങ്ങനെ ആയിരിക്കില്ല. ഭാവിയിൽ ചില മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ വരുമ്പോൾ അപ്പോൾ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർശനമായിട്ട് ആലോചിക്കേണ്ടി വരും. UDFനെ സംബന്ധിച്ചിടത്തോളം അവരൊരു വെട്ടിലായത് സുഗതനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് വെടിവെച്ചിട്ടാണ് അറസ്റ്റ് നടത്തുന്നത്. MLAയും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് വെടിവെച്ച് പിടിക്കേണ്ട സാഹചര്യം വട്ടിയൂർക്കാവിലില്ല എന്ന് പറഞ്ഞാൽ ഒരു സഹായകരമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ആ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഈ വാഴോട്ടുകോണത്തെ BJPയുടെ കൗൺസിലർ എന്ത് നിലപാടെടുത്തു എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പൊ അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, എന്നെ സഹായിച്ചു. അതുകൊണ്ട് ഇങ്ങനൊരു വാദം ഉന്നയിച്ചു. അപ്പൊ കോൺഗ്രസ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് വരാത്തത് K മുരളീധരന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അവിശ്വാസ പ്രമേയ നീക്കത്തെ LDF പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷ കൈവിടാതെ UDF. അവിശ്വാസ പ്രമേയത്തിനായി LDFുമായി ഒന്നിക്കുന്നതിൽ തെറ്റില്ലെന്ന് K ശബരിനാഥൻ. ഭരണഘടനാപരമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു അവകാശമാണ് അവിശ്വാസ പ്രമേയം എന്നുള്ളത്. ഇപ്പോൾ 6 മാസം ഒരു നഗരസഭാ കൗൺസിൽ പൂർത്തീകരിക്കുമ്പോൾ എക്സിസ്റ്റിംഗ് പദ്ധതികൾ പോലും ഇങ്ങനെ താറുമാറായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം പ്രതിപക്ഷത്തിനുണ്ട്. കഴിഞ്ഞ ആഴ്ച LDFും BJPയും ആ കോർപ്പറേഷന്റെ വരാന്തയിരുന്ന് ബഹളം ഉണ്ടാക്കി ആശുപത്രി അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ നല്ലത് നിയമപരമായി ഈ സർക്കാരിന്റെ കോർപ്പറേഷൻ തെറ്റുകൾ പറയുക എന്നുള്ളതാണ്. ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ചർച്ച നടത്തുക എന്നുള്ളതാണ്. ആ ഒരു ഫോറത്തിൽ ഒന്നിക്കുന്ന തെറ്റൊന്നുമില്ലെന്നാണ് വിശ്വാസം. അതവർ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തോന്നുന്നില്ല. അവർ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് ഇങ്ങനെ ബഹളം വെച്ച് നടന്നാൽ മതി, കാര്യമായിട്ട് നടത്തുന്ന താല്പര്യം അവർ കാണില്ലായിരിക്കും. അധികാരത്തിന്റെ അപകർഷണത്തിന് വേണ്ടി UDF അടിപിടി കൂട്ടുന്നില്ല. പ്രതിപക്ഷമായിരുന്നു തന്നെ ശക്തമായി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണ്. ഭരണസമിതി വീഴുവോ നിൽക്കുവോ എന്നൊക്കെയുള്ളതിന്റെ ഉത്തരവാദിത്വം ഭാരം ഭരണകക്ഷിക്കാണ്. UDFനല്ല, എനിക്കല്ല, നമുക്കല്ല. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ നീക്കത്തെ നേരിടുമെന്ന് മേയർ VV രാജേഷും റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവിശ്വാസം 6 മാസത്തിലൊരിക്കൽ അവിശ്വാസം കൊണ്ടുവരാൻ വ്യവസ്ഥയുണ്ട്. CPMും കോൺഗ്രസും കൂടെ ചേർന്നുകൊണ്ട് അവിശ്വാസം കൊണ്ടുവരുന്ന ദിനങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചുമതല ഏറ്റെടുക്കുന്നത്. 6 മാസത്തിലൊരിക്കൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള അവകാശം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യും. തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരാൻ പോകുന്നില്ല. തിങ്കളാഴ്ച വളരെ ഭംഗിയായിട്ട് ഉച്ചയ്ക്ക് 2:30 മണിക്ക് കൗൺസിൽ ചേരും. കൗൺസിൽ നേരത്തെ നിശ്ചയിച്ചു കൊടുത്ത നിരവധി അജണ്ടകളുണ്ട്. അജണ്ടകളൊക്കെ ചർച്ച ചെയ്തിട്ട് ഭംഗിയായിട്ട് പിരിയും. ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കും. എന്തായാലും വരട്ടെ. അവിശ്വാസ പ്രമേയം വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അരുൺ സോളമനും റോഷിപാലും ചേരുന്നു. ആദ്യം അരുൺ സോളമനിലേക്ക്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ് റോഷി. അരുൺ, ചുരുക്കത്തിൽ UDF ഒരു അവിശ്വാസ പ്രമേയം തിങ്കളാഴ്ച കൊണ്ടുവന്നാൽ LDF അതിനെ പിന്തുണയ്ക്കില്ല എന്നുള്ളതാണോ വി ജോയിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? മാത്രമല്ല, ഇതൊരു സുവർണാവസരമാണ്. കാരണം പാറ്റൂരിലെ നമ്മൾ രാധാകൃഷ്ണൻ കൂടി പിന്തുണച്ചാലും കഷ്ടിച്ച് 50 പേരെ ആവുന്നുള്ളൂ. സുഗതൻ അവിശ്വാസ പ്രമേയത്തിൽ BJP പിന്തുണ ചോട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ LDFും UDFും ഒരുമിച്ച് കൈകോർത്താൽ സ്വതന്ത്രമായാൽ 50 ആവും. പക്ഷേ LDF UDF നീക്കത്തിനോടൊപ്പം ഇല്ലേ അരുൺ സോളമൻ? അരുൺ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള തോമസ് ഐസക് വ്യക്തമാക്കിയ നിലപാട് അതിൽ വളരെ ക്ലിയർ കട്ടായിട്ട് തന്നെയാണ് CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. UDFന് കൈകൊടുക്കാനില്ല, UDFന്റെ ഈ അവിശ്വാസ പ്രമേയം പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് CPM. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നയപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഭാവിയിൽ പക്ഷേ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ആ സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴോട്ടുകണത്ത് ഉള്ള കൗൺസിലർ R സുഗതനെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. പുറത്താക്കിയതിനു ശേഷം, നിയമപരമായി പുറത്താക്കിയതിനു ശേഷം ഒരു റീ ഇലക്ഷൻ എന്തായാലും അവിടെ വരും. ആ ഇലക്ഷനിലായിരിക്കും UDFും അതുപോലെ LDFും വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് എന്തായാലും സ്വീകരിക്കുക. കാരണം അവിടെ ഒരു സ്വതന്ത്രനായിരിക്കും, പരീക്ഷിക്കാനായിരിക്കും LDF ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഇത്രയും ദിവസമായിട്ടും ഒരു കാപ്പ കേസ് പ്രതി, അങ്ങനെ ഒരു പ്രതി ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടും UDF ഒരു പ്രത്യക്ഷ സമരത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ 5 വർഷം അവിടെ LDF ഭരിക്കുമ്പോൾ ഈ കോർപ്പറേഷന്റെ മുന്നിൽ ഇരുഭാഗങ്ങളിലും സമരപ്പന്തൽ കെട്ടി സമരം നടത്തിയവരാണ് UDFും BJPയും. പക്ഷേ BJP ഭരണസമിതിയിലെത്തിയപ്പോൾ ഇങ്ങനെ വലിയൊരു വിഷയം വന്നിട്ട് പോലും UDF എന്തുകൊണ്ട് സമരം ചെയ്തില്ല എന്നും വി ജോയ് ആവർത്തിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള K മുരളീധരൻ UDFന്റെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ഈ സുഗതനെ
വെടിയുതിർത്ത് പിടിച്ചതിൽ തന്നെ അത് ശരിയായിട്ടില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കെ മുരളീധരന്റെ ആദ്യത്തെ പ്രതികരണം. അതിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കെ മുരളീധരനെ സഹായിച്ചിട്ടുണ്ട്, ആ സഹായമാണ് തിരിച്ചും കെ മുരളീധരൻ ചെയ്തതെന്നുള്ളതാണ് ബി ജോയ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവന്നത് എന്തായാലും നന്നായി. പക്ഷേ അതിൽ ചട്ടപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ഒരു മുന്നണി എന്ന നിലയിൽ അതിന് 1/3 പിന്തുണ വേണ്ടതുണ്ട്. നിലവിൽ 20 കൗൺസിലർമാരുടെ പിന്തുണ മാത്രമാണ് UDFിനുള്ളത്. 35 കൗൺസിലർമാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ വരുന്ന ഈ അവിശ്വാസ പ്രമേയത്തിന് അത് ചർച്ചയ്ക്കെടുക്കാൻ പോലും കഴിയുള്ളൂ. അത് മേയർ VV രാജേഷിന്റെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും ഈ ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ എന്തായാലും ആർ സുഗതനെ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പുറത്താക്കുക എന്നുള്ള ലക്ഷ്യമാണ് നിലവിൽ CPMന്റെ മുന്നിലുള്ളത്, LDFന്റെ മുന്നിലുള്ളത്. അതുപ്രകാരം നിലവിൽ നടക്കുന്ന സമരം ശക്തമാക്കും. മറ്റൊന്ന്, രണ്ടാമത് നടത്തിയ സത്യപ്രതിജ്ഞയിലും ലംഘനങ്ങളുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് പരാതിയുമായി ഹൈക്കോടതിയിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് CPMന്റെ നിലപാട്. അരുൺ. ഓക്കെ.